നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അതായത് ബിഗ് ബോസ് 7ന്റെ പണി ഇന്ന് വീണ്ടും ഒരു 7ന്റെ പണി കൊടുത്തിട്ടുണ്ട്. 7ന്റെ പണി മറ്റൊന്നുമല്ല, ഞാൻ വിശദീകരിക്കും. അതായത് ഇന്ന് 4 പേരെ തിരഞ്ഞെടുക്കുക, അതിൽ ഒരാൾ പുറത്താകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ് തിരഞ്ഞെടുത്തത്? അതായത് പുറത്താകാൻ വേണ്ടി നിങ്ങൾ 4 പേരെ തിരഞ്ഞെടുക്കണം. അവര് ഇന്ന് തൊട്ട് വെള്ളിയാഴ്ച വരെ വീടിന്റെ വെളിയിലായിരിക്കും കിടക്കുന്നത്. വീടിന്റെ വെളിയിൽ ഒരു കട്ടിൽ ഇട്ടിരിക്കും. ഈ ഒരു കട്ടിലിൽ ഈ 4 പേരും കൂടി കിടക്കണം എന്നുള്ളതാണ്. ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ, ഇൻ കേസ് ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഈ ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയെ കട്ടിലല്ലാതെ മറ്റൊരിടത്തും കിടക്കാനും പാടില്ല. ഈ കട്ടിലോടെ പൊക്കി എടുത്തുകൊണ്ട് നമ്മുടെ റെഡ് മാർക്ക് ഉണ്ടാവും. ആ റെഡ് മാർക്കിൽ കൊണ്ട് ഈ കട്ടിലോട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി എലിമിനേറ്റ് ആവും. ആ വ്യക്തി എന്ത് ചെയ്യും? എലിമിനേറ്റ് ആയി പുറത്താവും എന്നുള്ളതാണ്. ഇനി പുറകെ കിടക്കുന്ന ഈ ആളെ കട്ടിലോടുകൂടി പൊക്കി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരെ എഴിക്കുകയാണെങ്കിൽ, അവരെ ഉറക്കം വിട്ടഴിക്കുകയാണെങ്കിൽ എലിമിനേറ്റ് ആവത്തുമില്ല. അതിനർത്ഥം ആരും പുറത്താവണമെന്ന് പോകുന്നില്ല. പക്ഷെ ഇവർക്കൊരു പണിയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ വീടിനകത്ത് കയറാൻ പറ്റത്തില്ല, അവിടെ തന്നെ കിടക്കണം. അവരൊറ്റ കട്ടിലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് ആ 4 പേർ സെലക്ട് ചെയ്തത്? 4 പേർ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത, വീട്ടുകാരെല്ലാരും കൂടി ചേർന്ന് സെലക്ട് ചെയ്ത 4 പേരെന്ന് പറഞ്ഞാൽ ഷാനവാസ്, ജിസൈൽ, പിന്നെ ബിൻസി, സൈത്യ. ഈ വരുന്ന 4 പേരെയാണ് അവരെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പം നോമിനേഷന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ പറയണം എന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഈ പറയുന്ന, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കലാഭവൻ സരിയൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ട് എന്തോന്ന് ഇത് എന്നൊക്കെ പറയുന്നു. കാരണം അയ്യോ, എനിക്കങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല, എങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് ഓരോരുത്തരായിട്ട് നോമിനേറ്റ് ചെയ്തത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് നോമിനേറ്റ് ചെയ്തതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കിടിലമായിട്ട് നോമിനേറ്റ് ചെയ്ത സൈത്യായിരുന്നു. സൈത്യ നമുക്കറിയാം ഇതുവരെ അണഞ്ഞ പടക്കമാണ്, അല്ലെങ്കിൽ നനഞ്ഞ പടക്കമാണ്. നല്ല സംസാരിക്കാൻ അറിയാം, പക്ഷെ സംസാരിക്കുന്നില്ല. ഇന്ന് നോമിനേറ്റ് ചെയ്തപ്പോൾ വളരെ വ്യക്തമായി കാരണങ്ങൾ പറഞ്ഞ് നോമിനേറ്റ് ചെയ്ത ആളുകളിൽ ഒരാള് സൈത്യയായിരുന്നു. ആ സൈത്യ ഇനി സ്വയം നോമിനേറ്റ് ആവുകയും പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ലെന ഫാത്തിമ. ഇന്നും ലെന ഫാത്തിമ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, കൗണ്ടർ അടിക്കുന്നുണ്ട്. ഒരുപാട് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇന്നത്തെ രാത്രിയിൽ വരുന്ന നമ്മുടെ വീഡിയോയിൽ ആരൊക്കെ അപ്പായിട്ട് നിൽക്കുന്നു, ആരൊക്കെ ഡൗൺ ആയി പോയി എന്നുള്ളൊരു വീഡിയോ എല്ലാ ദിവസവും കാണും, എല്ലാ ദിവസവും വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഓരോ ദിവസവും അത് മാറിക്കൊണ്ടിരിക്കും. പിന്നീട് ജിസൈലും അടിപൊളിയായിട്ട് ഇന്ന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജിസൈൽ ഈ പറയുന്ന നമ്മുടെ ശാരികയെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു അമ്മായിയമ്മയെ പോലെ കളിച്ചുകൊണ്ടിരിക്കാനുള്ള സ്ഥലമല്ല, ഞാൻ വളരെ ബോൾഡാണ് എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന അമ്മായിയമ്മ കളി കളിക്കാൻ ഇത് സീരിയൽ അല്ല എന്നൊക്കെ പറഞ്ഞ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെന നമ്മൾ നെവിനെ കുറിച്ച് പറയുന്നുണ്ട്. നീ ഭയങ്കര എന്റർടൈനർ ആണ് എന്നാണ് സ്വയം വിശ്വസിക്കുന്നത്, പക്ഷെ അതൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള കൗണ്ടറും കാര്യങ്ങൾ ലെനയും അടിക്കുന്നുണ്ട്. അപ്പൊ ലെന ആയിക്കോട്ടെ, സൈത്യ ആയിക്കോട്ടെ, ജിസൈൽ ആയിക്കോട്ടെ, ഇവരൊക്കെ നല്ല രീതിയിൽ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇനി അടുത്തായി ഇതിനകത്ത് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് 2 പേര് തമ്മിലുള്ള ഫൈറ്റ് ആണ്. 2 പേര് തമ്മിലുള്ള ആ ഒരു വൈരാഗ്യം കൂടി വരുന്നത്. അത് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളും ഈ പറയുന്ന ജിസേൽ തക്രാൾ, ഈ 2 പേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് അങ്ങനെ കിടക്കുന്നു. അതായത് ഇന്നലത്തെ ജട്ടി പ്രശ്നം ഇന്ന് നിന്ന് കത്തുന്നുണ്ട്. ഇന്ന് അനീഷ് വന്നിരുന്ന് നോമിനേറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ അത് അവിടെ വെച്ച് തീർന്നതാണ്. ഇന്ന് അനീഷ് പറഞ്ഞ് നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ ചട്ടിയെ നിങ്ങൾ എന്തിനിങ്ങനെ പബ്ലിക്കായിട്ട് എടുത്ത്, പാൻറ്റിയെ നിങ്ങൾ എന്തിന് എങ്ങനെ പബ്ലിക്കായിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു 100 വട്ടം പറയുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ജനങ്ങൾ അറിയാത്തവരെയും കൂടെ അറിയിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അനീഷാണെന്ന് ഞാൻ പറയും. എന്നിട്ട് അവസാനം പറയും എന്തിനാണ് ജിസൈലിന്റെ ചട്ടിയായിരുന്നു, ജിസൈലിന്റെ പാൻറ്റീസ് ആയിരുന്നു അത്, നീ എന്തിന് പറയും എന്നുള്ള രീതിയിൽ ഇപ്പൊ പാൻറ്റീസ് ഒരു മഹാ വിഷയമായിട്ട് കിടക്കുന്നുണ്ട്. പാൻറ്റീസ് മുതൽ തുടങ്ങിയ അടിയാണ്. ഈ അനുമോളും ജിസൈലും തമ്മിൽ പാൻറ്റീസ് മുതൽ തുടങ്ങിയ ഒരു അടിയുണ്ട്. അതായത് പാൻറ്റീസ് ആദ്യം എടുത്ത് പുറത്തിട്ടപ്പോൾ അനുമോള് പറഞ്ഞു വന്ന് ഇത് എന്റെ പാൻറ്റീസ് ആണെന്ന് അനുമോള് പറഞ്ഞു വന്ന് ജിസൈൽ ആരോപിക്കുന്നു. അപ്പൊ പക്ഷെ അനുമോള് പറയുന്നത് ഞാൻ എന്റെ എന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ ഇവരങ്ങനെ നിന്റേതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തമാശയ്ക്ക് എന്ത് ചെയ്തു, അത് സമ്മതിച്ചു വന്ന അനുമോളുടെ വാദം. രണ്ടാമത് ഈ പറയുന്ന മൈക്കിന്റെ ഒരു കേസ്.
മൈക്ക് ജിസേലിന്റെ മൈക്ക് അനുമോള് മാറി ഇട്ടുകൊണ്ട് പോയി. ജിസേൽ അവിടെ 1-2 വട്ടം എന്ത് ചെയ്തു, 2-3 പ്രാവശ്യം ബാത്റൂമിലൊക്കെ പോയി നോക്കിയിട്ടും മൈക്ക് കിട്ടിയില്ലായിരുന്നു. ആരെടുത്തുകൊണ്ട് പോയി എന്നറിയില്ലായിരുന്നു. പക്ഷെ അനുമോള് പറയുന്ന വാദം അനുമോളുടെ മൈക്കാണെന്ന് കരുതിയാണ് ഇട്ടുകൊണ്ട് പോയത്. അതിനുശേഷം സൈത്യ ആരോ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അതുപോലെ കൊണ്ട് ഇട്ടു എന്നാണ് അനുമോള് പറയുന്നത്. അവിടെ കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ ഈ പറയുന്ന ജിസേൽ പറയുന്ന വാദം അവിടെ കൊണ്ടിട്ട് പുറത്തല്ല ഇട്ടിരുന്നത്, അകത്താണ് ഇട്ടുന്നത്. അപ്പൊ എന്നെ കാണാതെ അകത്താണ് കൊണ്ട് ഇട്ടിരുന്നത്. അത് ഒരു പോയിന്റ്. രണ്ടാമത്, ഞാൻ നേരെ ചെന്ന് അനുമോളുടെ അടുത്ത് ചോദിച്ച് എന്റെ മൈക്ക് നീ കണ്ടോ, നിനക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു. കണ്ടു, കിട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്റെ അടുത്ത് നേരത്തെ വന്ന് പറഞ്ഞില്ല? അതൊരു പോയിന്റാണ്. എന്തുകൊണ്ട് എന്റെ അടുത്ത് നേരത്തെ വന്ന് പറഞ്ഞില്ല എന്നും ഈ പറയുന്ന ജിസേൽ വാദിക്കുന്നുണ്ട്. ജിസേലിന്റെ കേസ് പറയുന്ന അനുമോളായും ജിസേലും രണ്ടുപേരും കണ്ടന്റുകൾ ഒരുവിധം തന്നു തുടങ്ങിയിട്ടുണ്ട്. ജിസേൽ നമ്മൾ വിചാരിച്ചതുപോലുള്ള പിന്നീട് ഈ പറഞ്ഞ ഫാഷൻ പരേഡും അല്ലെങ്കിൽ ശരീര പ്രദർശനമോ ഒന്നും മാത്രമല്ല, നല്ല രീതിയിൽ ഗെയിം അവയർനെസ് ഉണ്ട്. ബിഗ് ബോസ് എങ്ങനെയാണ് കളിക്കണമെന്നറിയാം. എല്ലാവർക്കും കിടിലമായിട്ട് കൗണ്ടർ അടിക്കാനും ഒക്കെ ഉള്ള ഒരു കാപ്പബിൾ ഉള്ള ഒരു പെൺകുട്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ മറ്റ് മുൻകാലങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഇത് മലയാളം കുറിച്ച് അറിയാം എന്ന് പറയുന്നവർ ഇവിടെ വന്ന് കുറച്ച് പറഞ്ഞ് അങ്ങ് പോകുന്ന ഒരു സൈഡിൽ ഈ പറയുന്ന ഗ്ലാമറസ് ആയിട്ടൊക്കെ ഇരുന്ന് കുറച്ച് പ്രൊഫഷനൊക്കെ കാണിച്ചിട്ട് പോകുന്ന വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായി ജിസേലിന് ഈ പറയുന്ന കളി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെ അതിനുശേഷം അനുമോളുമായിട്ട് വീണ്ടും രസമുണ്ട്. തൂക്കുന്ന ഒരു സംഭവമുണ്ട്. തൂക്കുന്ന സമയത്ത് പിന്നെ അനുമോൾ നിന്ന് തൂത്തുവന്നോ, നീ ഇരുന്ന് തൂക്കണമെന്ന് പറഞ്ഞ് അവിടെയൊക്കെ ഒരുപാട് കൗണ്ടറുകൾ അടിക്കുന്നുണ്ട് ജിസേൽ. ഇപ്പൊ ജിസേലിന് നല്ല രീതിയിൽ മലയാളം സംസാരിക്കാനും കൗണ്ടർ അടിക്കാൻ അറിയാം. അത് നല്ല ഈ ബിഗ് ബോസിനകത്ത് ഇങ്ങനെയുള്ള ആപ്റ്റായിട്ടുള്ള സമയത്തിന് വരുന്ന കൗണ്ടറുകൾ വളരെ നല്ല രീതിയിൽ ഫലം ചെയ്യും. ആ സമയത്ത് ഈ പറയുന്ന അനുമോൾ ഇവലോട്ട് കുറെ ക്രാഷും കാര്യങ്ങളും അതിന്റെ ക്ലിപ്പിംഗ് ഒക്കെ നിങ്ങൾ കണ്ട് ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് ചിലപ്പോൾ അത് കാണിക്കാൻ പറ്റും. അതിനുശേഷം വീണ്ടും അവർ നമ്മൾ നടക്കുന്ന ചായ കേസ്. അങ്ങനെ ചായ കേസിൽ അനുമോളിന് പിന്നെ കടുപ്പം കുറഞ്ഞ ചായ വേണം, മറ്റവർക്ക് കടുപ്പം കൂടിയ ചായ വേണം. അതുപോലെ ഗ്യാസ് 4 വട്ടം ഓഫ് ചെയ്ത് നിനക്ക് എന്ത് പിന്നെ അധികാരമുണ്ട് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഗ്യാസ് ഓഫ് ചെയ്യാൻ? എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്ത് വേണം? എനിക്ക് ചായ കിട്ടിയ കടുപ്പമുള്ള ചായ കിട്ടിയാലേ പറ്റുള്ളൂ എന്നാണ് ജിസേൽ പറയുന്നത്. അപ്പൊ ഇവിടെ 2 ശത്രുക്കൾ ഇപ്പൊ ഇത്രയും ദിവസമായെങ്കിലും രണ്ടും ഓപ്പൺ ആയിട്ട് ഒരു ശത്രുത, ഈ ശത്രുതയൊക്കെ വളർന്നു വന്നാലേ നമ്മുടെ ഇതിനകത്തോട്ട് ഒരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു ഓപ്പൺ ശത്രുത നമ്മളൊക്കെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് ജിസേലും അനുമോളും തമ്മിലുള്ള ശത്രുതയാണ്. അതിന് ഡെവലപ്പ് ചെയ്ത് കുറച്ച് കണ്ടന്റുകൾ കൊണ്ടുവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ മറ്റുള്ളവരുടെ ഗ്യാങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഷാനവാസ് കുറച്ച് ഓവർ ആവുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ കുറച്ച് ആവശ്യമില്ലാത്ത കുറച്ച് കേസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലാത്ത കണ്ടന്റുകൾ, അനാവശ്യമായ പ്രദൂഷണം പോലുള്ള അങ്ങനെയുള്ള കുറെ കണ്ടന്റുകളാണ് ഷാനവാസ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പോഴും പുള്ളി ഇന്നലത്തെ കാലമൊക്കെ അപേക്ഷിച്ച് ഷാനവാസ് കുറച്ച് ആക്റ്റീവായിട്ടുണ്ട്. അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ പറയുന്ന പിന്നെ അഭിലാഷ് ആയിക്കോട്ടെ, ഈ പറയുന്ന പിന്നെ ആരാണ് നമ്മുടെ അപ്പാനി, ഇവരൊക്കെ അതിന്റെ കൂടെ നിന്നുകൊണ്ട് കളിക്കുന്ന. അല്ലാതെ ഇന്ന് ജെനുവൻ കണ്ടന്റുകൾ ഒന്നും വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ജെനുവൻ കണ്ടന്റുകൾ ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ചെറിയ അടി നമുക്കറിയാം. രാവിലെ നമ്മൾ പറഞ്ഞ പോലെ അനുമോളുടെ ഒരു കരച്ചിൽ, അനുമോൾ കരയാനുള്ള കാരണം അവിടെ ഉണ്ടാക്കി വെച്ചത് തമാശയാണെങ്കിൽ കൂടി ഉണ്ടാക്കി വെച്ചത് ആരാണ്? ഈ പറയുന്ന നമ്മുടെ ഷാനവാസാണ്. ഷാനവാസ് തമാശയ്ക്ക് തുടങ്ങിയത്, പക്ഷെ അവസാനം അതൊരു ഒരു കരച്ചിലേക്ക് എത്തിയപ്പോഴും അതിന് അത്ര തമാശയായിട്ടല്ല എടുത്തു. ഞാൻ അങ്ങനെ പറഞ്ഞു, എപ്പോഴും അങ്ങനെ പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ മൊത്തം തമാശയായിരുന്നു എന്നങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു തമാശയാണ് ഞാൻ ചെയ്തത്, പക്ഷെ ആ തമാശയാണെന്ന് പറഞ്ഞ് പകുതി അതൊരു തമാശയല്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസ് അവിടെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതുപോലെ ജിസേലിനെ ഇതുപോലെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എല്ലാം കൂടി ഗ്യാങ് ആയിട്ട് വന്ന്, സത്യം പറഞ്ഞ ജിസേല് ഇവിടെ പറയുകയാണെങ്കിൽ ജിസേല് പാവത്തിനെ പോലെ ഇരുന്നത് യമാരെല്ലാം കൂടി ഇളക്കി വിട്ടു. യമാർ കുറെ എണ്ണം വന്ന് അവളെ തോണ്ടാൻ വേണ്ടി പോയി. അവൾ അതിനുശേഷം ഭയങ്കരമായിട്ട് ആക്റ്റീവായി. അതിനുശേഷം ഇതുവരെ ആക്റ്റീവ് മാറിയിട്ടില്ല. ഇപ്പം ഫയർ ആയിട്ട് നിൽക്കുകയാണ് ഈ പറയുന്ന ജിസേൽ. ഇനി വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ നമുക്ക് തിരിച്ചറിയാം ആരുടെ ഭാഗത്തൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ളത്. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.